സമാനതകളില്ലാത്ത ദുരന്തമാണ് മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായത്. ചൂരൽമലയിൽ നിന്ന് ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുകയാണ്. ഹാഷ്മി, ഉറപ്പായും അസ്കേൻ, അങ്ങനെ വലിയ വേദനകൾ, സങ്കടത്തിന് ഓർമ്മകൾ തളം കെട്ടി നിൽക്കുന്ന ഇവിടെ ചൂരൽമലയിൽ ഇവിടെ ഞങ്ങളുടെ പൊന്നോമനകൾ എന്ന ഓർമ്മകൾ പൂക്കുന്ന ഈ പൂമരത്തണലിൽ ഇവർ എല്ലാവരും ഉണ്ട്, അന്നും ഇന്നും എന്നും എന്നവർ ഓർമ്മകളുടെ ഒരു ചിത്രാഞ്ജലി ഇവിടെ ഒരുക്കുന്നുണ്ട്. അസ്കേൻ ആ ചിത്രത്തിന് മുന്നിൽ നിൽക്കുകയാണ്. അധ്യാപകരൊക്കെ ഇവിടെയുണ്ട്. അപ്പോൾ അസ്കേൻ, നമ്മളും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി 24-ന് വേണ്ടി നമ്മളും ആ കുഞ്ഞുങ്ങളുടെ ഓർമ്മകൾക്ക് മുന്നിൽ ഒരുപടി പൂക്കളർപ്പിച്ച് ആദരം അർപ്പിക്കുന്നു. അസ്കൻ, കാര്യം ഇവിടെ എന്താണ് വലിയ വേദനയാണ്, വലിയ സങ്കടവും വലിയ വേദനയും ഇവിടെ നിൽക്കുന്നുണ്ട്. ഉണ്ണിമാഷ് സംസാരിക്കുന്ന കണ്ടു. സങ്കടപ്പെടാതെ ഉണ്ണിമാഷിന് ഒരു വാക്കുപോലും മുഴുമിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇവിടുത്തെ ടീച്ചർമാരൊക്കെ ഉണ്ട്. ഇവിടുത്തെ രക്ഷാകർത്താക്കൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് ടീച്ചർമാരോട് തന്നെ ചോദിക്കാമെന്ന് തോന്നിട്ട്. ടീച്ചർ പഠിപ്പിച്ചായിരുന്നോ? കുട്ടികൾ ഓർമ്മയ്ക്ക് അത് അർപ്പിക്കാം. നമ്മൾ പുഷ്പാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി വന്നതാണ്. എന്റെ മക്കള് പോയിട്ടില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അല്ല, നമ്മുടെയൊക്കെ ഓർമ്മയുള്ളവരുണ്ട്, എന്നും ഉണ്ടാവും. ടീച്ചർ ഇപ്പോഴും ഈ സ്കൂളിൽ തന്നെ പുതിയ ക്ലാസ്സൊക്കെ തുടങ്ങുമ്പോൾ കുഞ്ഞുങ്ങള് ഒക്കെ മറക്കാനൊക്കെ ആയിട്ടില്ല കുഞ്ഞുങ്ങളല്ലേ? അതില് ചെറിയ മക്കള്, അതായത് LP-യിലെ UP-യിലെ മക്കളാണെങ്കിൽ അവർക്ക് പെട്ടെന്ന് മറവി വന്നിരുന്നു. പക്ഷെ ഹൈസ്കൂളിലെ കുട്ടികൾക്ക് കുറച്ചും കൂടി മുതിർന്ന കുട്ടികളായതുകൊണ്ട് അവർക്ക് ആരും മറക്കാൻ പറ്റില്ലല്ലോ. അതിന്റെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. ഇപ്പൊ കുട്ടികൾ മെച്ചപ്പെട്ട് വരുന്നുണ്ട്. നമ്മുടെ എല്ലാ വകുപ്പുകളുടെയും സഹായത്തോടു കൂടി, വിദ്യാഭ്യാസ വകുപ്പിന്റെ ആണെങ്കിലും കൗൺസിലിങ്ങും കാര്യങ്ങളും എല്ലാം കൂടെ ആയപ്പോ മക്കൾ നന്നായിട്ട് വരുന്നുണ്ട്. എന്നാലും എന്താ മറക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. ടീച്ചർ ഓക്കെ, ഞാൻ ഇപ്പൊ വരാം. എസ് കെ, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇത് എസ് കെ സ്കൂളിലെ PT മാഷായിരുന്നു. വിഷമോ അല്ലേ എന്ന് പറഞ്ഞാലേ, ഇത് നമുക്ക് എന്തുണ്ടെന്ന് പറഞ്ഞാലും തിരിച്ചു കിട്ടാത്ത അപരിഹാര്യമായ കുറെ നഷ്ടങ്ങളാണ് ഉണ്ടായത്. ഈ കുട്ടികളുടെ ഓർമ്മയിലുണ്ട് എല്ലാ കാലവും. ഈ ഒരു വർഷം മൊത്തം ഓർമ്മയിലുണ്ട് അല്ലേ? എപ്പോഴും ഉണ്ടാവും. കുട്ടികൾ ഇവരോടൊക്കെ എന്ത് പറയണമെന്ന് അറിയാം. നമുക്ക് ഈ മൈക്ക് ചോദിച്ചാൽ ഇവർക്കൊന്നും മറുപടി പറയാനും പറ്റില്ല, നമുക്ക് ചോദിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു ഈ പോയ ഒറ്റ വർഷക്കാലവും ഈ കുഞ്ഞുങ്ങളൊക്കെ ഇവർ ഓർമ്മകളിൽ തന്നെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും പറയുന്നത് ഞങ്ങളുടെ പൊന്നോമനകൾ അവർ ഓർമ്മയിൽ തന്നെ ഉണ്ട് എന്നവർ വെറുതെ പറയുന്നതല്ല. അതെല്ലാ കാലവും അവർ ഓർമ്മയിൽ തന്നെ ഉണ്ട്. അവർ പഠിപ്പിച്ച കുട്ടികളാണ്. ഈ സങ്കടം എന്ന് പറയുന്നത് കരയല്ലേ പോട്ട് കരയല്ലേ. പഠിപ്പിച്ച വിട്ട എസ്കെന്നെ എന്താണ് ഇങ്ങനെ ഇരുന്നാലും ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുകയും ഒരുപാട് കേരളത്തിനും പുറത്തേക്കൊക്കെ ഒരുപാട് അവരുടെ കായിക സ്വപ്നങ്ങൾക്കൊക്കെ വലിയ പിന്തുണ നൽകുന്ന ഒരു കായികാധ്യാപകനാണ്. ഇവിടുത്തെ എല്ലാ അധ്യാപകരും അങ്ങനെ തന്നെയാണ്. ഉണ്ണിമാഷെ കണ്ട് ഇവിടെ അത്രയും ഡെഡിക്കേറ്റഡ് ആയി നിൽക്കുന്ന കുറെ അധ്യാപകരും ടീച്ചർമാരൊക്കെ നമ്മൾ കാണുന്നുണ്ട്. നമ്മളന്ന് ഈ ദിവസങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ കാണുന്നതാണ് ഈ കുട്ടികളുടെ ഓർമ്മകൾ അവർക്ക് വിതുമ്പുന്നത് കാണുന്നതാണ്. നമ്മൾ ഇടയ്ക്ക് കലോത്സവത്തിന് പോയിരുന്നു. കലോത്സവം ഈ സ്കൂളിലെ കുറച്ച് കുട്ടികൾ അവിടെ ഉണ്ടായിരുന്നു. അവരവിടെ നാടകമൊക്കെ കളിക്കുന്നു ഉണ്ടായിരുന്നു. ഒരു പയ്യൻ, അവൻ കളിച്ച നാടകത്തിലെ റോള് ഈ പറയുന്ന രീതിയിൽ അതിജീവിക്കുന്ന റോളായിരുന്നു. അവൻ ഇത്തരത്തിൽ മണ്ണിനടിയിലായിരുന്നു പുറത്തേക്കൊന്നും അതിജീവിച്ച ഒരുത്തനായിരുന്നു. ഒരു പയ്യനായിരുന്നു ആ നാടകത്തിന്റെ നായക കഥാപാത്രം ചെയ്തിരുന്ന. അങ്ങനെ അതിജീവനത്തിന്റെ കുറെ കഥകൾ കൂടി ഉണ്ട്. അതിജീവനത്തിന്റെ കുറെ കഥകൾ ഇവർ ഇത്രയും 33 നഷ്ടങ്ങളുടെ വലിയ നഷ്ടങ്ങൾ നിൽക്കുമ്പോൾ പോലും അതിജീവിക്കാൻ ശ്രമിക്കുന്നു. നമ്മൾ മുന്നോട്ട് വരികയാണല്ലേ? നമ്മൾ വീണ്ടും നമ്മുടെ കുട്ടികളെ പഴയപോലെ ആക്കാൻ നോക്കുകയാണ്. തീർച്ചയായും തളർന്നു പോയാല് പറ്റൂലല്ലോ, ബാക്കിയുള്ളവരും ചേർത്ത് പിടിക്കണ്ടേ. വീട് ഇവിടെ തന്നെയാണോ? ഓക്കെ, സമാധാനം. ഇത് എസ് കെ സമാധാനിപ്പിക്കുക എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. കാര്യം നമ്മൾ ഇവരുടെ കൂടെ നിൽക്കുമ്പോൾ നമ്മളും സമാധാനിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളും അധീരമായി പോവാം, നമ്മൾ വീക്കായി പോവാണ്. അതുകൊണ്ട്
അതുകൊണ്ട് സമാധാനമായിരിക്കും, ശാന്തമായിരിക്കും എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ പറ്റില്ല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എസ്കേൻ, ഇവിടുത്തെ ഈ സ്കൂള് എന്നാണ് ബാക്കി എല്ലാം മറന്നാലും ഈ കുഞ്ഞുങ്ങൾ, ഈ കുട്ടികൾ, അവരുടെ ഓർമ്മകൾ ഒരു കാലം ഈ മണ്ണിനെ, ഈ ഭൂമി വിട്ടുപോകാൻ പോകുന്നില്ല. മഴ പെയ്യുന്നു എസ്കേൻ. ഈ മഴ അത് കേവലം മഴയല്ല, അത് സങ്കടത്തിന്റെ മഴയാണ്, വേദനയുടെ മഴയാണ്. ഇനി ഉറപ്പായും ഇതിൽ നിന്ന് മുന്നോട്ട് പോയാൽ മതിയാവുകയുള്ളൂ. ഹാഷ്മി താജ് ഇബ്രാഹിമാണ് നമുക്കൊപ്പം ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.